ഇഷ്ടമല്ലാത്ത ഏത് മുഖ്യമന്ത്രിയെയും കേസെടുത്ത് പുറത്താക്കാൻ ഇനി അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമോ? സംസ്ഥാന മന്ത്രിസഭകളെ പിരിച്ചുവിടുന്നതിന് പകരം ഇനി കേസെടുത്താൽ മതി എന്നൊരു സ്ഥിതി വരുമോ? കോടതി വിധിക്കുന്നത് വരെ കുറ്റക്കാരനല്ല എന്ന സങ്കല്പമാണ് പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ തിരുത്തുന്നത്. 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പിലുള്ള കേസിൽ റിമാൻഡിലായാൽ ഇനി രാജിയല്ലാതെ മറ്റു വഴിയില്ല. 30 ദിവസം ജയിലിൽ കിടന്നാൽ 31-ാം ദിവസം രാജിവെക്കണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ആ പദവി നഷ്ടമാകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഈ പുതിയ ബില്ല്. ആരോപണ വിധേയർ രാജിവെച്ചു മാറി നിൽക്കുക എന്നതായിരുന്നു ഇതുവരെയുമുള്ള രീതി. കേസെടുക്കലും കുറ്റം വിധിക്കലും ഒന്നും ഉണ്ടാകാതെ തന്നെ മുൻപൊക്കെ രാജി സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കേസെടുക്കുന്ന അന്വേഷണ ഏജൻസികൾ കൂട്ടിലെ തത്തയാണെന്ന് സുപ്രീം കോടതി വരെ പറയുന്ന കാലമാണ്. അവിടെ കേസുകൾ പോലും സംശയത്തിലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മുഖ്യമന്ത്രിമാരെ രാജിവെപ്പിക്കാനോ പുതിയ കേന്ദ്ര ബിൽ. വിചാരണയില്ലാതെ 6 മാസമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞത്. ഈ 6 മാസക്കാലം മുഴുവൻ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായും തുടർന്നു. ജയിലിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതും അധീഷിക്ക് ചുമതല നൽകിയതും. ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉൾപ്പെടെ മന്ത്രിസഭയിലെ ഭൂരിപക്ഷം പേരും പിന്നാലെ വന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റു. ഇവിടെ ആദ്യം മുതൽ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ ഒരു വാദമുണ്ട്. ഇല്ലാത്ത കേസിൽ കേന്ദ്ര സർക്കാർ കുടുക്കുന്നു എന്നായിരുന്നു അത്. ആ വാദം ഇനി അംഗീകരിച്ചാലും കെജ്രിവാളിന് ഉത്തരം നൽകാൻ കഴിയാത്ത നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഈ ഗോവ തിരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച പണം എവിടെ നിന്നും വന്നു എന്നുള്ളതായിരുന്നു. ആ പണം മദ്യനയം മാറ്റിയപ്പോൾ വിതരണക്കാരിൽ നിന്നും കൈക്കൂലിയായി കിട്ടിയതാണെന്നാണ് അന്വേഷണ ഏജൻസികൾ വാദിച്ചത്. അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ കെജ്രിവാളിന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് കെജ്രിവാൾ സംശയത്തിന്റെ നിഴലിലായി. ഇവിടെ അഴിമതി സംബന്ധിച്ച മറ്റൊരു വാദമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം കിട്ടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന പണം മാത്രം സംശയത്തിലാകുന്നു? കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഇലക്ടറൽ ബോണ്ട് വഴി കിട്ടിയ സഹസ്ര കോടികളെ കുറിച്ച് ആരോപണം ഉയർന്നിട്ടും എന്തേ അന്വേഷണം ഉണ്ടായില്ല? അരവിന്ദ് കെജ്രിവാളിന് ധാർമ്മികതയുടെ അളവുകോലിൽ കൂടുതൽ കൃത്യത ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിക്കാരാണ് എന്ന വാദവുമായാണ് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചത്. സംശുദ്ധ രാഷ്ട്രീയം വാഗ്ദാനം ചെയ്താണ് ആം ആദ്മി പാർട്ടി നിലവിൽ വന്നതും. വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ അഴിമതി തുറന്നു കാണിച്ചാണ് നേതാവിന്റെ ആ കരിയർ തന്നെ കെട്ടിപ്പടുത്തത്. റിലയൻസ് ഗ്രൂപ്പിൽ നിന്നും സർക്കാരുകൾക്ക് കിട്ടിയ സംഭാവന അഴിമതി പണമാണെന്ന് ആരോപിച്ചാണ് കയ്യടി നേടിയത്. അതേ കെജ്രിവാളാണ് മദ്യവിതരണക്കാരിൽ നിന്നും പണം കൈപ്പറ്റി എന്ന ആരോപണം നേരിട്ടത്. പാർട്ടിക്ക് ലഭിക്കുന്ന ഓരോ പൈസയുടെയും ഉറവിടം ജനങ്ങളോട് വ്യക്തമാക്കാൻ കെജ്രിവാളിന് ബാധ്യതയുണ്ട്. മറ്റു പാർട്ടികൾ വാങ്ങുന്ന പണവും ആം ആദ്മി പാർട്ടി വാങ്ങുന്ന പണവും തമ്മിൽ അതുകൊണ്ട് തന്നെ അജഗജാന്തര വ്യത്യാസം ഉണ്ടാകണം. ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് നോക്കിയാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ ന്യായമാണ്. പക്ഷേ അതേ ന്യായം BJPക്കും NDA പാർട്ടികൾക്കും ബാധകമാകുന്നില്ല എന്നിടത്താണ് ഈ പ്രശ്നം. ഇപ്പോ NDA ഘടകകക്ഷിയായ TDPയെ നോക്കൂ. ചന്ദ്രബാബു നായിഡുവിനെതിരെ ഡസൻ കണക്കിന് കേസുകളാണ് 1 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നത്. നായിഡു ജയിലിൽ കിടക്കുമ്പോഴാണ് NDA മുന്നണിയിൽ ചേരാൻ തീരുമാനിക്കുന്നത്. പുറത്തിറങ്ങി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്. ഒപ്പം ആന്ധ്രയും ഭരിക്കുന്നു. പഴയ കേസുകൾ പോയ വഴി പോലും കാണാനില്ല. വ്യക്തിപരമായി ചന്ദ്രബാബു നായിഡു സമ്പാദിച്ച കോടികളെ കുറിച്ചായിരുന്നു ആ കേസുകളെല്ലാം. ഭാര്യയുടെയും മക്കളുടെയും പേരിലുള്ള കമ്പനികൾക്കുണ്ടായ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ചായിരുന്നു അന്വേഷണം നേരിട്ടത്. പാർട്ടിക്ക് പോലും വേണ്ടി പണം വാങ്ങിയെന്നല്ല, നായിഡു സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ചു എന്നായിരുന്നു ആ കേസുകൾ. ഇപ്പോ കേസുമില്ല, അന്വേഷണവുമില്ല. ഇതാണ് സെലക്റ്റീവ് അംനീഷ്യ അഥവാ ചിലതുമാത്രം മറവി എന്ന രോഗാവസ്ഥ. അങ്ങനെ ഒരു രോഗാവസ്ഥയിലുള്ള സർക്കാരാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത് എന്നതാണ് ആരോപണം. ഒരൊറ്റ അഴിമതി ആരോപണം കൊണ്ടാണ് 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയെ ഏറെക്കുറെ നിഷ്പ്രഭമാക്കിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം മാത്രമാണ് പരാജയത്തിന്റെ കാരണവും. അങ്ങനെ പിടിച്ച് ജയിലിലിട്ടാൽ തന്നെ ഇനി രാജി അല്ലാതെ വഴിയില്ല എന്നതാണ് പുതിയ രീതി. മുൻപൊക്കെ ഒരു അഴിമതി ആരോപണം ഉയർന്നു എന്ന് കരുതൂ. അപ്പോ ഏറ്റവും മാന്യമായി കരുതിയിരുന്ന ഒരു രീതിയുണ്ട്. മാറി നിന്ന് അന്വേഷിക്കുക എന്നതായിരുന്നു അത്. 1956 നവംബർ മാസത്തിൽ 142 പേരുടെ ജീവൻ നഷ്ടമായ തമിഴ്നാട് അരിയല്ലൂരിലെ ട്രെയിൻ അപകടം. ആ അപകടത്തിനെ തുടർന്ന് രാജിവെച്ചതാണ് അന്ന് റെയിൽവേ മന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയുമായ ലാൽ ബഹദൂർ ശാസ്ത്രി.
രാഷ്ട്രീയ ധാർമ്മികതയുടെ ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു അത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാറും മമതാ ബാനർജിയും കേന്ദ്ര റെയിൽവേ മന്ത്രിമാർ ആയിരിക്കുമ്പോഴും ഇങ്ങനെ രാജിവച്ചിറങ്ങിയിട്ടുണ്ട്. നിതീഷ് കുമാർ 1999-ലും മമത 2000-ലും. സുരേഷ് പ്രഭു രാജിവെച്ചത് 1ാം മോദി സർക്കാരിന്റെ കാലത്താണ്. ആ രാജി സ്വീകരിച്ചില്ലെങ്കിലും 1 മാസം കഴിഞ്ഞപ്പോൾ സുരേഷ് പ്രഭു വീണ്ടും രാജി നൽകി. എന്നാൽ ഒഡീഷയിലെ ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായിട്ടും ആ രാജി ഉണ്ടായില്ല. കേശവ് ദേവ് മാളവ്യ എന്ന കേന്ദ്രമന്ത്രി രാജിവെച്ചത് പിരിവ് ആവശ്യപ്പെട്ടതിനാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനായിരുന്നു ആ രാജി. അവിടെ കേസോ അന്വേഷണമോ ഒന്നുമില്ലാതെ തന്നെയായിരുന്നു രാജിവെച്ചിറങ്ങിയത്. അതൊക്കെ ധാർമ്മികതയ്ക്ക് വിലയുണ്ടായിരുന്ന ഒരു കാലം. അരവിന്ദ് കെജ്രിവാൾ 6 മാസം ജയിലിൽ കിടന്ന് ഭരിക്കാൻ തീരുമാനിച്ചത് തന്നെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അശ്ലീലം. ഹേമന്ത് സോറനൊക്കെ രാജിവെച്ച സമീപകാല ചരിത്രം പോലും അവഗണിച്ചായിരുന്നു ആ തിഹാറിൽ നിന്നുള്ള ഭരണം. അത്തരം രാഷ്ട്രീയ പേക്കൂത്തുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി മാത്രം ഒരു ബില്ല് കൊണ്ടുവരുന്നതാണ് സംശയം ഉയർത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ അകപ്പെട്ടതുപോലുള്ള കേസുകൾ നോക്കൂ. പണം തിരിമറി കേസ് വ്യാജമാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെ ജാമ്യം കിട്ടില്ല. പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന ഒറ്റവാദം മതി ജയിലിലടയ്ക്കാൻ. അവിടെ കേസ് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസിയുടെ ബാധ്യതയല്ല. കേസ് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് അറസ്റ്റിലാകുന്നവരുടെ മാത്രം ബാധ്യതയാണ്. ഇപ്പോ ഈ കേസോ ആരോപണമോ ഒന്നുമില്ലാത്ത ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി പോലുമില്ല. നേരിട്ട് കേസില്ലെങ്കിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന്റെ മുന മുഖ്യമന്ത്രിയിലേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരമൊരു കേസിൽ അന്വേഷണ ഏജൻസി ആരോപിക്കുന്നതാണ് കോടതിയിൽ നിലനിൽക്കുക. കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായ മുഡ കേസ് അതീവ ഗുരുതരമാണ്. സംസ്ഥാന ഖജനാവിന് 55 കോടി നഷ്ടമുണ്ടാക്കി ഭാര്യയുടെ പേരിൽ 14 സ്ഥലങ്ങൾ കണ്ണായ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്നാണ് ആ കേസ്. മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും എതിരെയുള്ള കേസുകൾക്കും കയ്യും കണക്കുമില്ല. അഴിമതി കേസും അറസ്റ്റും ഉണ്ടായിട്ടും 2 മന്ത്രിമാരെ 1 വർഷത്തോളം സ്ഥാനത്ത് നിന്നും മാറ്റാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തയ്യാറായില്ല. ഒടുവിൽ അവർക്കിരുവർക്കും രാജിവെക്കേണ്ടി വന്നു. കേസ് വരുമ്പോ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജിവെക്കേണ്ടത് ധാർമ്മികതയുടെ പേരിലാകണം. അതുപോലെ കേസ് എടുത്താൽ തന്നെ അവരെ രാജിവെപ്പിക്കാം എന്ന നിലയുണ്ടാകുന്നതും ആശ്വാസമല്ല. അതിനാദ്യം അന്വേഷണ ഏജൻസികൾ അവയുടെ വിശ്വാസ്യത തെളിയിക്കണം. ED മേലാളന്മാർ കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലാകുന്ന രാജ്യത്താണ് ഇത്തരമൊരു നിയമം എന്നതാണ് പരിഹാസ്യം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.